ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ജനുവരി 4 അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മൾ റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുകയും വേണം, അത് റിവൈസ് ചെയ്ത് പഠിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ. അപ്പോൾ നല്ല മാർക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 90 to 95% മാർക്കാണ്. അപ്പോൾ നിങ്ങളെൻ്റെ ക്ലാസ് റെഗുലറായിട്ട് വാച്ച് ചെയ്യും, അതിൽ തരുന്ന നോട്ട്സ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് റെഗുലറായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. റെയിൽവേസ് റോൾസ് ഔട്ട് എനർജി എഫിഷ്യൻസി പ്ലാൻ ടു മീറ്റ് 2030 നെറ്റ് സീറോ ടാർഗറ്റ്. അപ്പോൾ 2030 നെറ്റ് സീറോ ടാർഗറ്റ് നമ്മൾ 2030 ആകുമ്പോഴേക്കും ഗോ ഗ്രീൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ നെറ്റ് സീറോ കാർബൺ എമിഷൻസൊക്കെ നെറ്റ് സീറോ ആക്കാനുള്ള ഓരോ ടാർഗറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേ ഇപ്പോൾ എനർജി എഫിഷ്യൻസി പ്ലാനാണ് റോൾ ഔട്ട് ചെയ്തിരിക്കുന്നത് 2030 നെറ്റ് സീറോ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതതിൻ്റെ ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്കിത് പഠിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസിലേക്ക് കിടക്കാം. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ബോർഡ് അപ്രൂവ്സ് ക്യാപിറ്റൽ റേസിംഗ് ഓഫ് അപ് ടു 250 crore rupees. അപ്പോൾ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ബോർഡ് ക്യാപിറ്റൽ റേസിംഗ് അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. 250 കോടി രൂപ വരെയുള്ള ക്യാപിറ്റൽ റേസിംഗ് ആണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. ദ പബ്ലിക് സെക്ടർ ലെൻഡർ അനൗൺസ്ഡ് ദാറ്റ് ഇറ്റ്സ് ബോർഡ് അപ്രൂവ്ഡ് പ്രപ്പോസൽ ഫോർ റേസിംഗ് ക്യാപിറ്റൽ അപ് ടു ₹250 crore by various modes including equity and bonds issuance. അപ്പോൾ ഇക്വിറ്റി ആൻഡ് ബോണ്ട്സ് ഇഷ്യൂവൻസ് വഴിയാണ് ഇവർ അപ്രൂവ് ചെയ്തിരിക്കുന്നത്. The funds will be raised in one or more tranches within a period of 12 months from the date of approval by way of issuance of these instruments, said the PSU Bank. Government of India's ownership stood at 98.25% as on September 30th, 2022. അപ്പോൾ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൻ്റെ ബോർഡാണ് ക്യാപിറ്റൽ റേസിംഗ് ഓഫ് 250 crore rupees വരെയുള്ള ക്യാപിറ്റൽ റേസിംഗ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Ministry of Rural Development launches Prajwala Challenge, inviting ideas, solutions and actions to transform rural economy. അപ്പോൾ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് പ്രജ്വല ചാലഞ്ച്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയാസ്, സൊല്യൂഷൻസ്, ആക്ഷൻസ് ഒക്കെ ഇൻവൈറ്റ് ചെയ്യും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂറൽ എക്കണോമിയെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. India's first underwater metro worth over 8,000 crore rupees to be operational by 2023. അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് അണ്ടർ വാട്ടർ മെട്രോ 8,000 കോടി രൂപ വില വരുന്ന അണ്ടർ വാട്ടർ മെട്രോ 2023 ഓപ്പറേഷനിലാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസംബർ 2023 ആവുമ്പോഴേക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് വായിക്കാം. ഇൻ എ ഫസ്റ്റ്, കൊൽക്കത്ത വിൽ soon have India's first underwater metro service. The Kolkata Metro Rail Corporation said that the East-West Metro Corridor project is expected to be completed by December 2023. The underwater metro, which will run through the Hooghly River, will be connecting Howrah and Kolkata and reduce the travel time from 90 minutes to 40 minutes. അപ്പോൾ ഇപ്പോൾ 90 മിനിറ്റ് ആണ് ഇപ്പോൾ 1.5 മണിക്കൂർ സമയം എടുക്കുന്നത്, വെറും 40 മിനിറ്റ്സ് ആക്കി ചുരുക്കും ട്രാവൽ ടൈം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ അണ്ടർ വാട്ടർ മെട്രോ വന്നതോടുകൂടി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ടാറ്റ AIA ലൈഫ് ഇൻട്രൊഡ്യൂസസ് എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് വിത്ത് യുലിപ്സ്. അപ്പോൾ യുലിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇൻഷുറൻസിലത്തെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇൻഷുറൻസിൽ മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പോളിസിയാണ് യുലിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ടാറ്റ AIA ലൈഫാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്. യുലിപ്സ് വഴി എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് അവർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. Tata AIA Life Insurance has launched Emerging Opportunity Fund
which will invest in mid-cap companies and emerging market leaders with the potential to generate a significant future growth. The investment objective of the fund is to generate capital appreciation in the long term by investing in a portfolio of stocks that offer opportunities in the mid-cap space. അപ്പോൾ ടാറ്റ AIA ലൈഫാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. യുലിപ്പ്, അതായത് എമർജിങ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് യുലിപ്സ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗൂഗിൾ ടു പാർട്ട്ണർ വിത്ത് ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഫോർ പ്രൊജക്ട് വാണി. അപ്പോൾ വാണി എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഗൂഗിൾ പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആയിട്ട്. അപ്പോൾ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഗൂഗിൾ പ്ലാൻസ് ടു കൊളാബറേറ്റ് വിത്ത് ദ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഫോർ പ്രൊജക്ട് വാണി. Project Vani aims to ensure the collected and produced data will be open source. അപ്പോൾ ഈ പ്രൊജക്റ്റ് വാണി എന്ന് പറയുന്നത് എൻഷുർ ചെയ്യും കളക്റ്റഡ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ഡാറ്റ ഓപ്പൺ സോഴ്സ് ആണ് എന്ന് എൻഷുർ ചെയ്യുകയാണ് ഈ പ്രൊജക്റ്റ് വാണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് കൊളാബറേഷൻ ഈസ് എയിംഡ് ടു ബിൽഡ് ആൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓർ മെഷീൻ ലേണിംഗ് മോഡൽ ടു കളക്ട് ആൻഡ് ട്രാൻസ്ക്രൈബ് ഓപ്പൺ സോഴ്സ് സ്പീച്ച് ഡാറ്റ ഫ്രം അക്രോസ് ഓൾ ഓഫ് ഇന്ത്യ 733 ഡിസ്ട്രിക്ട്സ്. അപ്പോൾ ഈ കൊളാബറേഷൻ എയിം ചെയ്യുന്നത് ബിൽഡ് ആൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് മോഡൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ട് ആൻഡ് ട്രാൻസ്ക്രൈബ് ഓപ്പൺ സോഴ്സ് സ്പീച്ച് ഡാറ്റ ഇന്ത്യയിലത്തെ 733 ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും കളക്ട് ചെയ്യാനും ട്രാൻസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ട്രൈ റെക്കമെൻഡ്സ് 10-year റിന്യൂവൽ ഫോർ മൾട്ടി സിസ്റ്റം ഓപ്പറേറ്റേഴ്സ് രജിസ്ട്രേഷൻസ്. അപ്പോൾ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ 10 വർഷത്തെ റിന്യൂവലാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഫോർ മൾട്ടി സിസ്റ്റം ഓപ്പറേറ്റേഴ്സ് രജിസ്ട്രേഷൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ദ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ റെക്കമെൻഡഡ് ദ റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് മൾട്ടി സിസ്റ്റം ഓപ്പറേറ്റേഴ്സ് who are master cable operators should be done for a 10-year period and the process fee kept at 1 lakh rupees. The Ministry of Information and Broadcasting had asked TRAI recommendations on the matter since the Cable Television Networks Rule 1994 did not have the provisions. അപ്പോൾ ട്രൈ ആണ് 10 വർഷത്തെ റിന്യൂവൽ മൾട്ടി സിസ്റ്റം ഓപ്പറേറ്റേഴ്സ് രജിസ്ട്രേഷൻസിന് 10 വർഷത്തെ റിന്യൂവൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ക്രൊയേഷ്യ അഡോപ്റ്റ്സ് യൂറോ എൻറ്റേഴ്സ് ബോർഡർലെസ് യൂറോപ്പ് ക്ലബ്. അപ്പോൾ ക്രൊയേഷ്യ യൂറോ എന്ന് പറയുന്ന കറൻസി അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് ബോർഡർലെസ് യൂറോപ്പ് ക്ലബിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. Croatia adopted the euro currency and entered Europe's passport-free Schengen zone after a decade since joining the European Union. It became the 20th member of the Eurozone. It will also be the 27th nation in the passport-free Schengen zone, the world's largest, which enables more than 400 million people to move freely around its member nations. കൂന വാസ് ദ ഓൾഡ് കറൻസി. അപ്പോൾ ക്രൊയേഷ്യയുടെ ഇതിൻ്റെ മുമ്പത്തെ ഓൾഡ് കറൻസി കൂനയായിരുന്നു. അത് മാറിയിട്ട് ഇനി മുതൽ ക്രൊയേഷ്യയുടെ കറൻസി അവർ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. യൂറോ അവരുടെ കറൻസി ആയിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇൻക്രെഡ് ക്യാപിറ്റൽ അക്വയേഴ്സ് ഡിജിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേം ഓറോ വെൽത്ത് ഇൻ ഓൾ ക്യാഷ് ഡീൽ. അപ്പോൾ ഓൾ ക്യാഷ് ഡീലായിട്ട് ഇൻക്രെഡ് ക്യാപിറ്റൽ ഡിജിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമായ ഓറോ വെൽത്തിനെ അക്വയർ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻക്രെഡ് ക്യാപിറ്റൽ നമുക്കൊന്ന് വായിക്കാം. ഇൻക്രെഡ് ക്യാപിറ്റൽ ഹാസ് അക്വയർഡ് ഓറോ വെൽത്ത്, എ വെൽത്ത് ടെക്നോളജി സ്റ്റാർട്ടപ്പ്. അപ്പോൾ അതൊരു വെൽത്ത് ടെക്നോളജി സ്റ്റാർട്ടപ്പാണ്. ഇൻ ആൻ ഓൾ ക്യാഷ് ഡീൽ ദാറ്റ് എനേബിൾസ് ഇറ്റ് ടു എൻ്റർ റീറ്റെയിൽ വെൽത്ത് മാനേജ്മെൻറ്റ്. അപ്പോൾ റീറ്റെയിൽ വെൽത്ത് മാനേജ്മെൻറ്റിനെ എൻ്റർ ചെയ്യാൻ സാധിക്കും ഈ ഒരു അക്വിസിഷനോട് കൂടിയിട്ട്. അപ്പോൾ ഓറോ വെൽത്ത് വിച്ച് ഹാസ് മോർ ദാൻ 1,100 crore rupees worth of assets under management will be absorbed into Incred's new wealth tech platform Incred Money. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. DRDO celebrated its 65th Foundation Day on January 1st. അപ്പോൾ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ അവരുടെ 65ാമത്തെ ഫൗണ്ടേഷൻ ഡേ ആണ് ജാനുവരി 1 സെലിബ്രേറ്റ് ചെയ്തത്.
അപ്പോൾ ചെയർമാൻ ഓഫ് DRDO സമീർ വി കമ്മത്താണ്. അപ്പോൾ അതതിൻ്റെ ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യാസ് ഫാക്ടറി ആക്ടിവിറ്റി റൈസസ് ടു 13-month ഹൈ ഇൻ ഡിസംബർ. അപ്പോൾ 13 മാസത്തെ ഏറ്റവും ഹൈ ആയിരിക്കുകയാണ് ഡിസംബറിൽ ഫാക്ടറി ആക്ടിവിറ്റീസ്. അപ്പോൾ നമുക്കതൊന്ന് വായിക്കാം. ദ സീസണലി അഡ്ജസ്റ്റഡ് SMP ഗ്ലോബൽ ഇന്ത്യ മാനുഫാക്ചറിംഗ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് റോസ് ടു 57.8 ഇൻ ഡിസംബർ ഫ്രം 55.7 ഇൻ നവംബർ 2022. അപ്പോൾ നവംബർ 2022 55.7 ഉള്ളത് 57.8 ആയി എന്ന് ഡിസംബറിൽ 57.8 ആയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫാക്ടറി ആക്ടിവിറ്റി SMP ഗ്ലോബൽ ഇന്ത്യ മാനുഫാക്ചറിംഗ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. സോ ആസ് ബിസിനസ് കണ്ടീഷൻസ് ഇംപ്രൂവ്ഡ് ഇൻ 2 years. അപ്പോൾ ബിസിനസ് കണ്ടീഷൻസ് കഴിഞ്ഞ 2 വർഷത്തിൽ ഇംപ്രൂവ് ചെയ്തിരിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. The Purchasing Managers Index average for third quarter of the current fiscal year was the highest recorded in a year. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. Center constitutes a high-powered committee to discuss measures to protect Ladakh's unique culture, language and employment. അപ്പോൾ സെൻറ്റർ ഹൈ പവേർഡ് കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മെഷേഴ്സ് ടു പ്രൊട്ടക്ട് ലഡാക്സ് യുണീക്ക് കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഹൈ പവേർഡ് കമ്മിറ്റിയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതതിൻ്റെ ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. 3 grievance appellate panels to handle social media users complaints, കൺസൾട്ടേഷൻ ഓൺ മൊഡാലിറ്റീസ് സൂൺ. അപ്പം 3 ഗ്രീവൻസ് അപ്പാലിയേറ്റ് പാനൽസിനെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ യൂസേഴ്സിൻ്റെ കംപ്ലയിൻസ് നോക്കാനും പരിഹരിക്കാനും വേണ്ടിയിട്ട്. The government is considering 3 grievance appellate committees to look into complaints by users against decisions of social media platforms, and consultations on various modalities of the panels will start in January. ജാനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. മാഗ്നസ് കാൾസൺ ആൻഡ് ബിബിസാറ അസൗബായേവ ആർ ദ വേൾഡ് ബ്ലിറ്റ്സ് 2022 ചാമ്പ്യൻസ്. അപ്പം മാഗ്നസ് കാൾസണും അതേപോലെ ബിബിസാറ അസൗബായേവയാണ് വേൾഡ് ബ്ലിറ്റ്സ് 2022 ചാമ്പ്യൻസ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. നോർവീജിയൻ മാഗ്നസ് കാൾസൺ വൺ ബോത്ത് ദ വേൾഡ് റാപ്പിഡ് ആൻഡ് വേൾഡ് ബ്ലിറ്റ്സ് ചെസ് ടൈറ്റിൽസ് ഇൻ അലമാറ്റി, കസാഖ്സ്ഥാൻ. അപ്പോൾ അലമാറ്റി കസാഖ്സ്ഥാനിൽ വെച്ച് നടന്ന വേൾഡ് റാപ്പിഡ് ആൻഡ് വേൾഡ് ബ്ലിറ്റ്സ് ചെസ് ടൈറ്റിലാണ് ജയിച്ചിരിക്കുന്നത് നോർവീജിയനായ മാഗ്നസ് കാൾസൺ. ഹി ഈസ് നൗ ദ ഹോൾഡർ ഓഫ് ഓൾ 3 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽസ് ഇൻ ക്ലാസിക്കൽ, റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ഫോർ ദ 3rd ടൈം ഇൻ ഹിസ് കരിയർ. അപ്പോൾ ഓൾ 3 ചെസ് ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽസും ഇപ്പോൾ മാഗ്നസ് കാൾസൺ ജയിച്ചിട്ടുണ്ട്. So for the 3rd time in his career, while no other player has ever won both the rapid and blitz titles in the same year. ഇതുവരെയായിട്ട് ഒരാളും റാപ്പിഡ് ആൻഡ് ബ്ലിറ്റ്സ് ടൈറ്റിൽസ് ഒരേ വർഷത്തിൽ ജയിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാഗ്നസ് കാൾസണും ബിബിസാറ അസൗബായേവയാണ് വേൾഡ് ബ്ലിറ്റ്സ് 2022 ചാമ്പ്യൻസ് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RBI റിലീസസ് 2022 ലിസ്റ്റ് ഓഫ് സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്ക്സ്. അപ്പോൾ RBI ഡൊമസ്റ്റിക് സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്ക്സിൻ്റെ ലിസ്റ്റ് റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. State Bank of India, ICICI Bank and HDFC Bank continues to be identified as domestic systemically important banks under the same bucketing structure as in 2021 list of domestic systemically important banks. The additional common equity tier 1 CET1 requirement for domestic systemically important banks was phased in from April 1, 2016 and became fully effective from April 1, 2019.
അപ്പോൾ RBI ആണ് ഡൊമസ്റ്റിക് സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്ക്സിൻ്റെ ലിസ്റ്റ് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിലീസ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്കും HDFC ബാങ്കും ആണ് ഡൊമസ്റ്റിക് സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്ക്സ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇവർ തന്നെയായിരുന്നു ഡൊമസ്റ്റിക് സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്ക്സ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവ്രി വൺ.